നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഏകദേശം ഒരു 1.7 ഏക്കേഴ്സ് ആണ് പ്രൊജക്ടിന്റെ ടോട്ടൽ ഏരിയാസ് നമുക്ക് വരുന്നത്. ടി പ്ലസ് അമ്യൂണിറ്റീസും ഉണ്ട്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ്സ് ഡ്രൈവ് ആണ്. എവരിവൺ, വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഞാൻ ഇന്ന് നിൽക്കുന്നത് കസാഡലിന്റെ സെയിൽസ് മാനേജറായ അസ്ലമിന്റെ കൂടെയാണ്. ഞാൻ ഈ പ്രോജക്റ്റിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് മൈൻഡിൽ. എന്താണ് ആക്ച്വലി ഈ പ്രോജക്റ്റ്? ഇതിന്റെ പേര് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, അബൌവ് ദ വേൾഡ്. സോ വാട്ട് ഈസ് ഇറ്റ് അബൌവ് ദ വേൾഡ്? ആക്ച്വലി വി ആർ അബൌവ് ദ വേൾഡ്. ബിക്കോസ് നമ്മുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ കാക്കനാടിൽ തന്നെ അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് വണ്ടർല. വി ആർ ജസ്റ്റ് സൈഡിലാണ്, വണ്ടർലയുടെ സൈഡിലാണ്. ഒരു ലൈഫ് ലോങ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമ്യൂണിറ്റീസിന്റെ ഏരിയയിൽ നിന്ന് കിട്ടാവുന്ന വ്യൂ എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമുക്കത് മാറില്ല. ലൈക്ക് ഒരു അപ്പാർട്ട്മെന്റോ വില്ലയോ ഒന്നും വരില്ല. ലൈഫ് ലോങ് നമുക്ക് കാക്കനാട്, ഇൻഫോ പാർക്ക്, തൃപ്പൂണിത്തറ, ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിന്റെ ഒരു ഹാഫ് ഏരിയ വരെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാക്കനാട്ടിൽ എല്ലാവരും ചോദിക്കുന്ന ഇഷ്യൂസ് ആണ് ബ്രഹ്മപുരം പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലൈവ് ഫീൽ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങ് ഫ്രഷ് എയർ മെയിൻലി നമുക്ക് പ്രൊജക്റ്റിൽ കിട്ടുന്നുണ്ട്. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ കുറച്ച് പേര് ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ സോയിലിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ വന്നു കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ചെങ്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ചെങ്കലാണ്, ഹാർഡ് ആയിട്ടുള്ള സോയിലാണ് പ്രൊജക്റ്റിനകത്തുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി എല്ലാം ലൈക്ക് ലൊക്കേഷൻ വൈസ് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും വളരെ അടുത്താണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്ട്. ഇനി ഇതിന്റെ കണക്ടിവിറ്റി എങ്ങനെയായിരിക്കും? നമ്മളിപ്പോ ഈ ലൊക്കേഷൻ പറയുമ്പോൾ ഇവരേക്ക് എത്താനുള്ള ഒരു കണക്ടിവിറ്റി, കാരണം കൂടുതലും ഇൻഫോ പാർക്കിലുള്ളൊരു ക്ലയന്റിന് ഒരു വില്ലേജ് റിക്വയർമെന്റ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിൽ ഒരു എത്ര അമ്യൂണിറ്റീസ് ഉള്ള ഒരു പ്രോജക്റ്റിന്റെ ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. സോ അവിടെ ഇവിടേക്ക് എത്താനുള്ളൊരു റൂട്ട് എങ്ങനെയൊക്കെയാണ്? നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഏകദേശം ഒരു 1.7 ഏക്കേഴ്സ് ആണ് പ്രൊജക്ടിന്റെ ടോട്ടൽ ഏരിയാസ് നമുക്ക് വരുന്നത്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എറണാകുളം തേക്കടി റോഡ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. അവിടുന്ന് ഒരു 500 മീറ്റേഴ്സ് ജസ്റ്റ് നിയർ വണ്ടർല. കൂടുതൽ പേരും പിന്നെ ചോദിക്കുന്നത് ഇൻഫോ പാർക്കിലേക്കുള്ള അല്ലെങ്കിൽ കാക്കനാടിലേക്ക് ആക്സസിബിലിറ്റി ആണല്ലോ ചോദിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ്സ് ഡ്രൈവ് ആണ്. മെയിൻ റോഡ് വഴി പോകണ്ട, കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുമല്ലോ. ജസ്റ്റ് നമുക്ക് മഞ്ചേരിക്കുഴി എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, അതായത് എടച്ചിറ ലൊക്കേഷനിലേക്ക്. അവർക്ക് നമുക്ക് ആ ഒരു വഴി പോകണമെങ്കിൽ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 10 മിനിറ്റ്സ് ഡ്രൈവ് വരുന്നുള്ളൂ. അതേപോലെ കാക്കനാട്, കളക്ടറേറ്റ്, സൺറൈസ് ഹോസ്പിറ്റൽ, ഇതെല്ലാം നമുക്കൊരു 10 to 15 മിനിറ്റ്സ്, 5 കിലോമീറ്റേഴ്സ് റേഡിയസ്. പള്ളിക്കര നമുക്ക് നിയർ ഒരു 2 കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ. തൊട്ടടുത്ത് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കടമ്പ്രയാർ എക്കോ ടൂറിസം പ്രൊജക്ട് ആണ്. അവിടെ പോയി നമുക്കൊരു ഈവനിങ് ടൈമോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈമോ ആസ്വാദകരമാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്ട്. പിന്നെ ഫേസ് 3 അത് ആക്ച്വലി ഇപ്പോൾ ഗവൺമെന്റ് ഇൻഫോ പാർക്ക് ഫേസ് 3 കിഴക്കമ്പലം പഞ്ചായത്തും അതേപോലെ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെയും ഒരു 50-50 രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അത് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ റേഡിയസിലാണ് വരുന്നത്. ഇനീഷ്യൽ സ്റ്റേജ് വെരി ഇനീഷ്യൽ സ്റ്റേജ് ആണ്. 400 ഏക്കേഴ്സ് ആണ് ടോട്ടൽ ലാൻഡ് വരുന്നത്. അതിലാണ് ത്രൂ ഔട്ട് ഒരു 400 ഏക്കേഴ്സിൽ ഓൾമോസ്റ്റ് ഒരു ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആണ് ആയിട്ടുള്ളത്. പക്ഷെ അത് നമുക്കൊരു പ്രൊജക്റ്റിൽ നിന്ന് ഒരു 500 മീറ്റേഴ്സേ വരുന്നുള്ളൂ. അപ്കമിങ് വാട്ടർ മെട്രോ കടമ്പ്രയാറിലേക്ക് വരുന്നത് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് ഒരു 500 മീറ്റേഴ്സ് ആണ് പ്രൊജക്റ്റിലേക്ക് വരുന്നത്. കാരണം ഞാൻ ഈ അപ്കമിങ് പ്രോജക്ട്സും പറയാനുള്ള വൺ ഓഫ് ദ റീസൺ, കാരണം ഇതും ഇനിഷ്യൽ സ്റ്റേജിലാണ്. ഇത് നമ്മുടെ ഒരു ഫിനിഷായി വരുമ്പോഴേക്കും വരുന്ന ചില ഡെവലപ്മെന്റ്സ് അത് ശരിക്കും ഇതിനെ ബെനിഫിറ്റ് ചെയ്യും. അത് നമ്മുടെ പ്രോഡിജി, നമ്മുടെ വേറൊരു പ്രൊജക്ട് ഉണ്ട് പ്രോഡിജിയിൽ തന്നെ ഫേസ് 2 നമ്മൾ ഒന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പൊ അറിയാലോ എല്ലാം ആയി, അവിടെ ഒന്നും ഇല്ലാത്തില്ല. അപ്പൊ ടോട്ടൽ വാല്യൂ, ഫുൾ വാല്യൂ, ലൈക് ലാൻഡിന്റെ വാല്യൂ, പ്രൊജക്ടിന്റെ വാല്യൂ, ലൊക്കേഷന്റെ വാല്യൂ ഡബിൾ ആയി. ആക്ച്വലി നോർമലി ഡബിൾ ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ ബേസിക്കലി ഒരു ഇങ്ങനെ ഒരു പ്ലോട്ടഡ് ഡെവലപ്മെന്റിൽ വരുമ്പം ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്ന് വാട്ടർ സോഴ്സ്, രണ്ടാമത് വേസ്റ്റ് മാനേജ്മെന്റ്. കാരണം ഇതൊക്കെ കൊണ്ടാണ് ആക്ച്വലി ആൾക്കാർ ഫ്ലാറ്റിലേക്ക് ഇൻഡിവിജ്വൽ ഹൗസ് നിന്ന് മാറുന്ന കുറെ കസ്റ്റമേഴ്സ്. ഇവിടെ അതിന്റെയൊക്കെ എങ്ങനെയാണ്? നമുക്ക് 3 ബോർവെൽസ് ഉണ്ട്. അതാണ് മെയിൻ നമുക്ക് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ KW കണക്ഷൻ ഉണ്ട്, കോർപ്പറേഷൻ കണക്ഷൻ ഉണ്ട്, പഞ്ചായത്ത് കണക്ഷൻ ഉണ്ട്. KWയും കോർപ്പറേഷൻ കണക്ഷനും ഈ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ, ഡെയിലി ഉണ്ടാവില്ല. ഒരു ദിവസം ഗ്യാപ്പിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷൻ പോയിട്ടുണ്ട്. അപ്പൊ ഡെയിലി
24/7 നമുക്ക് വെള്ളം കിട്ടും. അപ്പൊ വെള്ളത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനി വില്ലകളിലെ വേസ്റ്റ് എങ്ങനെയാണ്? കാരണം ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 100-150 ഫ്ലാറ്റ്സ് ഒക്കെ ആയിരിക്കും. അത് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. ഫ്ലാറ്റുകളിൽ നമുക്ക് യൂഷ്വലി ചെയ്യുന്നത് സ്വന്തമായി ഭൂമി ഉണ്ടല്ലോ, ചെറിയൊരു ബയോബിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം 1500+ ട്രീസും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കീപ്പ് ചെയ്യാനുള്ള വളം നമുക്ക് തന്നെയുണ്ട്. അത് നമ്മുടെ ഒരു ലേഡി വന്ന് കളക്ട് ചെയ്ത് അവർ തന്നെ ചെയ്തോളും. അത് കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റും ബാക്കി വേസ്റ്റുകളും നമുക്കൊരു കോമൺ ബിൻ ഉണ്ടാവും, അതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ ചെയ്യേണ്ട അവർ സ്റ്റാഫ് തന്നെ ഉണ്ടാവും, അവർ തന്നെ ചെയ്തോളും. എന്നിട്ട് അതൊരു ഏജൻസി വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അതിന്റെ കോസ്റ്റ് MMC, അതായത് മന്ത്ലി മെയിൻ്റെനൻസ് ചാർജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ടോട്ടൽ ഏരിയ, ടോട്ടൽ വില്ലാസ് എങ്ങനെയായിരിക്കും? കാരണം എനിക്കറിയാം ഇനീഷ്യലി പ്ലോട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്, എന്നാലും ആസ് പെർ റേറ എന്താണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്? യൂഷ്വലി ഇപ്പൊ കെസാഡിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വില്ലാസ് കൊച്ചിയിൽ ചെയ്യുന്നതെന്നുള്ള ചോദ്യമുണ്ട്. മെയിൻലി നമ്മളുടെ വില്ലാസ് എല്ലാം കസ്റ്റമൈസബിൾ ആയിട്ടുള്ള വില്ലാസ് ആണ്. അതായത് താങ്കൾ ഒരു വീട് ചെയ്യുമ്പോൾ താങ്കൾക്ക് വേണ്ടി നമ്മൾ വീട് ചെയ്ത് തരുന്നു. ബട്ട് എക്സ്റ്റീരിയർ എലവേഷൻ എല്ലാ വില്ലാസും സിമിലർ ആയിട്ട് അകത്തെ ഫ്ലോർ പ്ലാൻ 100% കസ്റ്റമൈസ് ചെയ്യാം 1 ഇയർ കൊണ്ട്. ഇപ്പൊ പേയ്മെന്റും ഫുൾ ഒരുമിച്ചല്ല, സ്റ്റേജ് ബൈ സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 23 വില്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടാലറിയാം നമുക്ക് പ്ലോട്ട് ഡെവലപ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് പ്രീ ലോഞ്ച്ഡ് ലൈക്ക് രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്ലോട്ട് സൈസും കസ്റ്റമൈസ് ചെയ്യാം, വില്ലേഴ്സും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1.7 ഏക്കേഴ്സിൽ 23 വില്ലാസ് ആണ്, പ്ലസ് ഒരു 30+ അമ്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോ യൂഷ്വലി വില്ലാസിൽ പല പല ഇൻഡിപെൻഡന്റ് വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. മെയിൻലി നമുക്ക് പറയുമ്പോൾ വീടുകളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. അതിന് പരിഹാരമായി നമുക്ക് ഒരു ഓൺ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ടാവും, സെക്യൂരിറ്റി CCTV സർവൈലൻസ് ഒക്കെ നോർമലാണ്. അണ്ടർഗ്രൗണ്ട് ആണ് എല്ലാ കാര്യങ്ങളും, കേബിളിംഗ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി ലൈൻസ് ആണെങ്കിലും എല്ലാം അണ്ടർഗ്രൗണ്ട് ആണ്. പിന്നെ ഈ ലൊക്കേഷനിൽ വന്നാൽ അറിയാൻ പറ്റും, നമ്മൾ ഈ നിൽക്കുന്ന വീടിന്റെ ഏരിയ എന്നല്ല, അവിടുന്ന് ഒരു 2 meters, അതായത് 2 അടി താന്നിട്ടുള്ള ഏരിയയിലാണ് ഫുൾ അമ്യൂണിറ്റീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വീട്ടിൽ നിന്നും ഒരു വ്യൂ, ലൈഫ് ലോങ് വ്യൂ കട്ടാവരുത്, അമ്യൂണിറ്റീസിനും വ്യൂ കട്ടാവരുത്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തത്. ഈ പോർഷനിലാണോ അമ്യൂണിറ്റീസ്? അമ്യൂണിറ്റീസ് വരെ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ 80 meters സ്ക്വയർ ആണ് ടോട്ടൽ. അതായത് 4 സൈഡും 80 meters ആണ്. അതിന്റെ എൻഡിലായിട്ട് 2 meter നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അവിടെ നമുക്ക് ബാഡ്മിന്റൺ കോർട്ട്, സെറ്റ് ഓഫ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ, സാൻഡ് പിറ്റ്, സ്ലൈഡർ, സിങ്, അറിയാലോ 10-20ഓളം അമ്യൂണിറ്റീസ് കുട്ടികൾക്കുണ്ട്. അത് കൂടാതെ ഒരു ക്ലബ് ഹൗസ് ആണ്. ക്ലബ് ഹൗസിന്റെ പേര് ഹിൽ വ്യൂ ക്ലബ് ഹൗസ് എന്നാണ്. താഴത്ത് പൂളാണ്, ഒരു ഹിൽ വ്യൂ പൂളാണ്. അതിന്റെ മുകളിൽ ഒരു ജിം, അതിന്റെ മുകളിൽ ഒരു കമ്മ്യൂണിറ്റി ഹാള്. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ നമുക്കൊരു സിറ്റിംഗ് സ്പേസിൽ ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിൽ കുറച്ച് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒബിയസ്ലി നമ്മൾ ഈ സീനിയർ ഫ്രണ്ട്ലി പാർക്ക്, ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ, ആംഫി തിയേറ്റർ, യോഗ, ഓപ്പൺ ലോൺ കൊടുത്തിട്ടുണ്ട്. അഗൈൻ അത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പൊ യൂഷ്വലി മൂന്നാർ, വാഗമൺ റിസോർട്ട്സിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു ഹിൽ സൈഡ് വാക്ക് വേയും കൊടുത്തിട്ടുണ്ട് റോഡ് കാണുന്നത്. ഇതാണ് നമ്മൾ അമ്യൂണിറ്റീസ് ലൈഫ് ലോങ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ്. ബാങ്ക് ലോൺസ് ചോദിക്കുമല്ലോ, ICICIയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, SBIയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, HDFC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും ആയി. ഇനി ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ലോൺ എടുക്കാനുള്ള ഓൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ബാക്കി എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതേപോലെ ആക്സിസ് ബാങ്ക്, അവരുടെ ഒക്കെ ഇനീഷ്യൽ കാര്യങ്ങൾ കഴിഞ്ഞു. മിക്കവാറും അവരുടെ അപ്രൂവൽ ഒരു കമ്മിങ് മന്ത്സ് ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടും. പിന്നെ ഏറ്റവും മെയിൻ കാര്യം എന്താണ് പ്രൈസ് എന്നുള്ളത്. പ്രൈസ് എന്ന് പറയുമ്പോൾ വൺസ് ഇതെല്ലാം ഡെവലപ്പായി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൈസ് അല്ല ഇപ്പൊ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ജനറലി പറയുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 4 cents ലാൻഡും ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഒരു മിനിമം സൈസുള്ള ഒരു വില്ല കൊച്ചിയിൽ കിട്ടണമെങ്കിൽ 3 BHK മിനിമം ഒരു ഫ്ലാറ്റിന് എത്ര വരുന്നുണ്ട്? ഒരു 1 above വരുന്നത്. ഇത് 4 സെന്റ് ലാൻഡും 1500 സ്ക്വയർ ഫീറ്റിന് വീടിനും നമുക്ക് 90 lakhs വരുന്നുള്ളൂ. 90 lakhs മുതൽ നമുക്ക് ഒരു 5 CR വരെയും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 90 lakhs എന്നുള്ളത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1.1 ആവും. അതായത് 20 lakhs ഡിഫറൻസ് നമുക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പൊ ഒരാൾക്ക് ഇനീഷ്യലി ഇതിൽ എടുക്കണമെങ്കിൽ എന്തായിരിക്കും ബുക്കിംഗ് എമൗണ്ട് പ്ലസ് മീൻസ് ഇനീഷ്യൽ പേയ്മെന്റ് എങ്ങനെയായിരിക്കും? കാരണം ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അതെ, അണ്ടർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്തായാലും അവർക്ക് കിട്ടണം. ഫുൾ എമൗണ്ട് അല്ല, 1 lakh ആണ്. യൂഷ്വലി 1 lakh ബുക്കിംഗ് എമൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ കം എഗ്രിമെന്റ് ആണ്. രജിസ്ട്രേഷൻ ടൈമിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പ്രകാരം 40% ആണ് വരുന്നത്. 40% ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാൻഡ് അവരുടെ പേരിൽ, കസ്റ്റമറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ലീഗൽ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. ഫ്ലോർ പ്ലാൻ ഡിസ്കഷനും എല്ലാം നമ്മൾ ഇൻ ഹൗസ് ടീംസ് ഉണ്ടാവും. ഫൗണ്ടേഷനും കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. 40% ലാൻഡ് രജിസ്ട്രേഷൻ പ്ലസ് ഫൗണ്ടേഷൻ ആണ്. ബാക്കി വരുന്ന 60% ഓരോ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന്റെ കട്ടകെട്ടില്
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലിൻഡൽ, അതിന്റെ റൂഫ് കാസ്റ്റിംഗ്, സെക്കൻഡ് ഫ്ലോറിന്റെ കട്ടകെട്ടില് ലിൻഡൽ, റൂഫ് കാസ്റ്റിംഗ്, അതിനനുസരിച്ച് അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജസ് ആയിട്ട് ഒരു 8-9 സ്റ്റേജസ് ആയിട്ട് നമുക്കൊരു 1 ഇയർ കൊണ്ട് കളക്ട് ചെയ്യാം. ഈ ലോൺസ് ആണെങ്കിൽ 80% ലോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി 20 മാത്രം കസ്റ്റമർ കണ്ടാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നു, എല്ലാം കവേർഡ് ആയിട്ടുണ്ട്. സോ ഇനിയും ഇതിൽ കൂടുതൽ ഡിസ്കഷനോ നിങ്ങളുടെ ഒരു കസ്റ്റമൈസ്ഡ് വേയിൽ ഇതിനെ എങ്ങനെ ചെയ്യാം, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, കാരണം ഓരോരുത്തർക്ക് ഓരോ റിക്വയർമെന്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ഡിസ്കഷന് ഡെഫിനറ്റായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അസ്ലം ഞങ്ങളും കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൈസിൽ, ഇപ്പോഴത്തെ ലോഞ്ച് പ്രൈസ് ക്യാപിറ്റലൈസ് ചെയ്തൊരു നല്ല പ്രൈസിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.